പെൺകുട്ടികൾക്ക് HPV വാക്സിനേഷൻ ആരംഭിച്ചു. ഗർഭാശയകള അർബുദം പ്രതിരോധിക്കുന്നതിനായാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ പദ്ധതി ആരംഭിച്ചത്. 14 വയസ്സ് തികഞ്ഞ് 15 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കാണ് ആദ്യഘട്ട വാക്സിൻ നൽകുന്നത്. 14 വയസ്സ് തികഞ്ഞ 15 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കാണ് HPV വാക്സിൻ നൽകുന്നത്. കൊല്ലം ജില്ലയിൽ ഈ പ്രായപരിധിയിലുള്ള 17,000 പെൺകുട്ടികളാണുള്ളത്. ഇവർക്ക് വാക്സിനേഷൻ നൽകുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, MLSP, ആശാവർക്കർമാർ തുടങ്ങിയവർ വഴിയാണ് വാക്സിനേഷന്റെ ബോധവൽക്കരണം നടത്തിയത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുഖേനയും താലൂക്ക് ജില്ലാ ആശുപത്രികൾ മുഖേനയുമാണ് വാക്സിൻ നൽകുന്നത്. അപ്പോൾ ഇതിനെ ഒരു ഫലപ്രാപ്തിയാക്കിക്കൊണ്ട് കൊണ്ടുവരണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിഗത ആനുകൂല്യം പോലല്ല ഇതിനെ കാണുന്നത്. നമ്മുടെ തലമുറയിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽവാസികൾ ഒക്കെ ഉണ്ടാകുന്ന ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ വേണ്ടി നമ്മളെ കൊണ്ട് ഒക്കുന്നിടത്തോളം കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി മെനക്കെടുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരും അതിന് സന്നദ്ധരാണ്. അതേപോലെ തന്നെ അതിൽ ഒന്നാമത്തെ ഘടകം നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ തന്നെയാണ്. ഇപ്പോൾ മിക്ക ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മുതൽ ഇങ്ങോട്ടുള്ളിടത്തൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ ഡോക്ടർമാർക്ക് അതിന് പ്രത്യേക ആരോഗ്യ മേഖലയിൽ തന്നെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 മാസം നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പയിൻ. രക്ഷിതാക്കളുടെ അനുമതിയോടെ മാത്രമേ വാക്സിൻ നൽകുകയുള്ളൂ. അതിനായി സമ്മതപത്രം നൽകണം. കുട്ടികളുടെ ഇടത് കൈയിലാണ് വാക്സിൻ നൽകുന്നത്. കുത്തിവയ്പ്പെടുത്ത കുട്ടികളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി കൊണ്ട് അടയാളപ്പെടുത്തും. വാക്സിൻ എടുത്ത ശേഷം പാർശ്വഫലങ്ങളില്ലെന്ന് ഉറപ്പാക്കാൻ ഇവരെ 30 മിനിറ്റ് നിരീക്ഷണത്തിലെത്തും. നിലവിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, മുൻപ് വാക്സിനുകളോട് അലർജി പ്രകടിപ്പിച്ചിട്ടുള്ളവർ എന്നിവർക്ക് വാക്സിൻ നൽകില്ല. സ്വകാര്യ മേഖലയിൽ നിന്നോ മറ്റോ ഗാർഡാസിൽ, സെർവോവാക് തുടങ്ങിയ HPV വാക്സിനുകൾ സ്വീകരിച്ചവരും ഈ പദ്ധതിക്ക് കീഴിൽ കുത്തിവയ്പ് എടുക്കേണ്ടതില്ല. രാജ്യത്ത് സ്ത്രീകൾക്കിടയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ അർബുദമാണ് ഗർഭാശയകള അർബുദം. ഉയർന്ന അപകട സാധ്യതയുള്ള ടൈപ്പ് 16, 18 HPV അണുബാധയാണ് 80% കേസുകളിലും കാണപ്പെടുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രതിവർഷം 1 ലക്ഷത്തോളം പേർക്ക് രോഗബാധ ഉണ്ടാകുന്നെന്നും പകുതിയോളം പേർ മരിക്കുന്നെന്നും കണക്കുകൾ പറയുന്നു. കൗമാരപ്രായത്തിൽ തന്നെ വാക്സിൻ നൽകുന്നതിലൂടെ രോഗത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ അനുമാനം. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലും HPV വാക്സിൻ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ബിജു വാക്സിനേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഹെൽത്ത് ഉദ്യോഗസ്ഥർ, പ്രിയമുള്ളവരെ, നമ്മുടെ HPV വാക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടത്തുന്നത്. നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ഈ ക്യാൻസർ രോഗം എന്നുള്ളത്. സമൂഹത്തിലൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ശൂരനാട് നോർത്ത് പഞ്ചായത്തിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാരിലും ഈ രോഗം പിടിപെട്ടിട്ടുണ്ട്. നമ്മളതിന് ചികിത്സകളും കാര്യങ്ങളും ഉണ്ട്. ഇനിയും രോഗം വരാതെ നമുക്ക് എങ്ങനെ തടയാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. മെഹറുന്നിസ ബീഗം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഫിലിപ്പ് തോമസ് വൈദ്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജുകുമാർ, കോശി വൈദ്യൻ, ശിവപ്രസാദ്, ബിന്ദു ചാങ്കുരേത്ത, ബിന്ദു, ഷീജ ഷാജി, സുബൈർ, ജെസ്സി ബ്ലസൻ, അജിത് കുമാർ, ബിന്ദുലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ശൂരനാട് വടക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു വാക്സിനേഷൻ നൽകിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.